ഇന്നൊരു ലേസി മോർണിംഗ് ആയിരുന്നു കേട്ടോ. സാറ്റർഡേ ആയിരുന്നു. താമസിച്ച് എഴുന്നേറ്റു. ഗാർഡനിൽ ഇറങ്ങിയിട്ട് കുറേ നാളുകളായി. എന്താ നടക്കുന്നതെന്ന് പോലും അറിയാൻ മേലാത്ത കാരണം ചുമ്മാ ഒന്ന് കറങ്ങി നോക്കിയപ്പം കുറേ മല്ലിയില കിട്ടി. എൻ്റെ വാഴയൊക്കെ ഫ്രോസ്റ്റ് ബൈറ്റായിട്ട് സാഡായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. പിന്നെ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ ഓർത്തുകൊണ്ട് സെൻറ്റഡ് ഓയിലൊക്കെ വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ച് കുറേ നേരം ചുമ്മാ കറങ്ങി അതിലെ എല്ലാം നടന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പിന്നെ വാ നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാമെന്ന്. എനിക്കാണെങ്കിൽ മടിയായിരുന്നു, പക്ഷേ പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ നിപ്പിൽ തന്നെ പോകാമെന്ന് ഓർത്തു കേട്ടോ. ഇവിടെ പിന്നെ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട് കേട്ടോ. നല്ലൊരു ജാക്കറ്റും തരക്കേടില്ലാത്തൊരു ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞാൽ റെഡിയായി എവിടെ പോകാനും. പെർഫ്യൂമിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കടയിൽ ചെന്നു. കടകളിലെല്ലാം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ തിരക്കുമാണ്. ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ റേഞ്ചിൽ പോയി. ഈ കടയിൽ നിന്നാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എല്ലാം പല കൊല്ലങ്ങളായി വാങ്ങിക്കുന്നത്. എല്ലാ ക്രിസ്മസിനും ഒന്നും വേണ്ടേലും ഞാൻ ഇതിൽ ചുമ്മാ കറങ്ങാൻ വരും കേട്ടോ. ഇതെല്ലാം കാണാമല്ലോ. ഈ കടയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരാൻ പെട്ടൊരു പാട്. എല്ലാ സാധനങ്ങളും കണ്ട് കൊച്ചു കുട്ടികൾ നടക്കുന്ന പോലെ എല്ലാത്തിലും പിടിച്ചു. ഇത് വേണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ആലോചനകളുമായി, അല്ലെ അടുത്ത കൊല്ലം വാങ്ങാം, അങ്ങനെ മനസ്സിൽ പ്ലാനൊക്കെ ഇട്ട് വിൻ്റർ വണ്ടർലാൻഡിൽ നിന്ന് ഇറങ്ങുന്ന പോലെ പുറത്തിറങ്ങിയപ്പം ഭയങ്കര മഴ, അതിലേറെ തണുപ്പും. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം നാടൻ ഊണ് കഴിക്കാൻ വളരെ കൊതി. അങ്ങനെ നല്ല മത്തി വറുത്തതും സാൽമൺ മുളകിട്ട മീൻകറിയൊക്കെ കൂട്ടി അടിപൊളി ഒരു ഊണും കഴിച്ച് ഇന്നത്തെ ദിവസത്തിനോട് ബൈ പറഞ്ഞു. അപ്പോൾ ഗുഡ് ബൈ.